ഇസ്രായേൽ ജനതയുടെ യാത്ര. ഇസ്രായേൽക്കാർ റംസേസിൽ നിന്നും സുക്കോത്തിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു. അവർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏതാണ്ട് 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു. പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രി പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയില്ല. ഇസ്രായേൽക്കാർ കർത്താവിന്റെ കൽപ്പന പ്രകാരം ബയൽസെഫോന്റെ എതിർവശത്ത് സമുദ്രത്തിനടുത്തായി പാളയമടിച്ചു. അപ്പോൾ ഫറവോയുടെ മനോഭാവം മാറി. അയാൾ തങ്ങളുടെ അടിമകളായിരുന്ന ഇസ്രായേൽക്കാരെ തിരികെ കൊണ്ടുവരാൻ നിശ്ചയിച്ചു. ഫറവോയുടെ സൈന്യം ഇസ്രായേൽക്കാരുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നു. അത് കണ്ട് ഭയവിഹ്വലരായ ഇസ്രായേൽക്കാർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. ചെങ്കടൽ കടക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിനെന്നെ വിളിച്ച് കരയുന്നു? മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. നിന്റെ വടി കയ്യിലെടുത്ത് കടലിനു മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിനു നടുവേ വരണ്ട നിലത്തൂടെ കടന്നു പോകട്ടെ. മോശ കർത്താവ് കൽപ്പിച്ച പ്രകാരം പ്രവർത്തിച്ചു. ഇസ്രായേൽക്കാർ കടലിനു നടുവേ വരണ്ട മണ്ണിലൂടെ നടന്ന് അവരുടെ വലത്തും ഇടത്തും വെള്ളം മതില് പോലെ നിന്നു. ഫറവോയുടെ സൈന്യവും അവരെ പിന്തുടർന്ന് കടലിന് നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം മുന്നോട്ട് പോവുക ദുഷ്കരമായി മാറി. കർത്താവാണ് ഇസ്രായേലിനായി യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ഈജിപ്തുകാർ ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. മോശ കടലിനു മീതെ കൈ നീട്ടിയപ്പോൾ കടൽ പൂർവസ്ഥിതിയിലായി. കടൽ വെള്ളം അവരെ മൂടി. അവരിൽ ആരും അവശേഷിച്ചില്ല. മന്നയും കാടപ്പക്ഷിയും. ഇസ്രായേൽ സമൂഹം എലിമിൽ നിന്ന് പുറപ്പെട്ട് എലിമിനും സീനായ്ക്കുമിടയിലുള്ള സിൻ മരുഭൂമിയിലെത്തി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം മാസം 15-ാം ദിവസമായിരുന്നു അന്ന്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽക്കാർ ഒന്നടക്കം മോശയ്ക്കും അഹ്റോനും എതിരെ പിറുപിറുക്കാൻ തുടങ്ങി. ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണോ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് അവർ ചോദിച്ചു. മോശയും അഹ്റോനും മറുപടി പറഞ്ഞു, പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അവരോട് പറയുക, സായങ്കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞ് വീണ് കിടന്നിരുന്നു. മഞ്ഞൊരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. അതെന്താണെന്ന് ഇവർക്ക് മനസ്സിലായില്ല. മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. ഇസ്രായേൽക്കാർ അതിന് മന്ന എന്ന് പേര് നൽകി. അത് വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിന്റെ രുചിയുള്ളതുമായിരുന്നു. കാനാൻ ദേശത്തെ അതിർത്തിയിലെത്തുന്നത് വരെ 40 വർഷത്തേക്ക് അവർ മന്നായാണ് ഭക്ഷിച്ചത്.